നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ടി വിൻ്റെ റിമോട്ടാണ്. ഈ റിമോട്ട് കസ്റ്റമറുടെ കയ്യിൽ നിന്ന് നിലത്ത് വീണ് ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് പാർട്സൊക്കെ ഡാമേജ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഞാനിപ്പോൾ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് വളരെ ചെറിയൊരു വീഡിയോ ആണ്. ഒരു റിമോട്ട് സർവീസ് ചെയ്യുക എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല, വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഈ വീഡിയോയിൽ തന്നെ റിമോട്ട് എങ്ങനെ നമുക്ക് മൊബൈൽ വഴി ചെക്ക് ചെയ്ത് അത് വർക്കിംഗ് ആണോ ഇല്ലയോ എന്നുള്ളത് ഞാൻ കാണിക്കുന്നുണ്ട്. അത് നമ്മൾ റെഡി ആക്കിയതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അതിനു മുമ്പ് നമുക്കിത് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യേണ്ടതെന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ ഇതുപോലുള്ള റിമോട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾ കംപ്ലയിൻ്റ് ആയാൽ തന്നെ മാക്സിമം നന്നാക്കി എടുക്കാൻ നോക്കുക. അല്ലാണ്ട് നമ്മൾ ദൂരെ എറിഞ്ഞ് കളഞ്ഞ് പുതിയത് വാങ്ങുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഈ വേസ്റ്റ് നമുക്ക് ഭൂമിയിൽ ഒരുപാട് പെരുകുന്നുണ്ട്. അപ്പോൾ നമ്മളത് കഴിയുന്നത് പോലെ നമുക്കത് നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കാൻ നമുക്ക് പറ്റണം. അപ്പോൾ നമുക്ക് സമയം കളയുന്നില്ല, പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. പ്രിയപ്പെട്ടവരെ, അപ്പോൾ നമ്മൾ റിമോട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. റിമോട്ട് ഓപ്പൺ ചെയ്യാൻ ഒരു പാടുമില്ല. നമുക്ക് ചെറിയ ഇതേപോലത്തെ നൈഫൊക്കെ വെച്ചിട്ട് ഇതേപോലത്തെ നൈഫ് വെച്ചിട്ട് സൈഡ് ഇങ്ങനെ ചെറുതായിട്ട് തിക്കി കഴിഞ്ഞാൽ സുഖമായിട്ട് കിട്ടും. നമുക്ക് സുഖമായിട്ട് അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ബാക്ക് സൈഡിൽ സ്ക്രൂ ഉണ്ടോ എന്ന് നോക്കണം. സ്ക്രൂ ഉണ്ടെങ്കിൽ സ്ക്രൂ അയച്ച ശേഷം മാത്രമേ തെക്കിയെടുക്കാൻ പാടുള്ളൂ. സ്ക്രൂ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഉരുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഭാഗങ്ങളൊന്ന് പറഞ്ഞുതരാം. ഇതാണ് ഇതിൻ്റെ പ്രൊസസ്സർ IC വരുന്നത്. ഇതിൻ്റെ ബട്ടൺസാണ്, കീപാഡാണ്. ഇതിലേക്ക് ഈ റബ്ബറിലുള്ള കാർബൺ കോണ്ടാക്റ്റ് ആകുമ്പോഴാണ്, ഈ റബ്ബറിൽ കണ്ടില്ലേ കുറച്ച് കാർബൺസ് ഉണ്ട്, ഈ കാർബൺസ് ഇതിലേക്ക് ഇങ്ങനെ കോണ്ടാക്റ്റ് ആകുമ്പോഴാണ് ഇതിലേക്ക് ട്രാക്കുകൾ തമ്മിൽ കോണ്ടാക്റ്റ് ആകുമ്പോഴാണ് ഈ ബട്ടൺ വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ ഇൻഫ്രാറെഡ് LED ആണ്. ഇതുവഴിയാണ് ഇതിൻ്റെ ഇൻഫ്രാറെഡ് രശ്മികൾ പോകുന്നത്. പിന്നെ ഇതിൻ്റെ കോണ്ടാക്ട്സ് ഇത്രയേ ഉള്ളൂ. ആകെ ഒരു PCB, ഒരു റബ്ബറിൻ്റെ പാർട്സ്, പിന്നെ കുറച്ച് കേസ്, ബാറ്ററി, ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം. ഇപ്പോൾ ഇതിൽ ആ കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്നറിയില്ല, ഇതിൻ്റെ ഈ ഇൻഫ്രാറെഡ് LEDൻ്റെ ഇതായിപ്പോയി, പിന്നെ ലെഗ് ബ്രോക്കൺ ആയി പോയിട്ടുണ്ട്. അത് നിലത്ത് വീണപ്പോൾ സംഭവിച്ചാണ്, കാണുന്നുണ്ടോ എന്നറിയില്ല. അപ്പോൾ അത് ഒന്ന് സോൾഡർ ചെയ്താൽ മാത്രം മതി, സംഭവം റെഡിയാവും. ഞാനിപ്പോൾ റെഡി ആക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. പ്രിയപ്പെട്ടവരെ, ആകെ ഒരു കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞത് ഇത് നിലത്ത് വീണ സമയത്ത് ഈ ഇൻഫ്രാറെഡ് LEDൻ്റെ ലെഗ് ഒന്ന് ബ്രോക്കൺ ആയി പോയിരുന്നു. അത് ഞാനിവിടെ ഒരു സോൾഡറിങ്ങായി വെച്ച് നമ്മൾ ഇതേപോലെ കാണിച്ചു തരാം. ഇത് സോൾഡറിങ്ങായി വെച്ച് ഒന്ന് സോൾഡർ ചെയ്ത് കൊടുത്തു, അത്രേ ഉള്ളൂ, വേറെ ഒന്നും ഒരു കംപ്ലൈൻ്റ് ഇല്ല. സിമ്പിളായിട്ട് നമ്മളത് സോൾഡറിങ്ങായി വെച്ചു. ഈ LED മാറ്റേണ്ട കാര്യം കൂടി ഇല്ല, ഒരു സ്പോട്ട് അടിച്ച് കൊടുത്താൽ മതി. അത് എത്രയേ ഉള്ളൂ കാര്യങ്ങൾ. ഇനി നമുക്ക് ഇത് കേസിലോട്ടൊന്ന് ഫിറ്റ് ആക്കിയിട്ട് ഇതെങ്ങനെയാണ് ചെക്ക് ചെയ്യുക, നമ്മൾ വീട്ടിൽ വെച്ച് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ റിമോട്ട്, നമ്മുടെ എല്ലാ റിമോട്ടുകൾ ചെക്ക് ചെയ്യുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ഈ റിമോട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ഇത് ക്ലിയറായി, ഇപ്പോൾ ബാറ്ററി കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് എങ്ങനെയാണ് ചെക്ക് ചെയ്യുക എന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചു തരാം. നമ്മുടെ റിമോട്ട് എടുക്കുക, ഈ മൊബൈൽ ഫോണിൻ്റെ ക്യാമറ ഓൺ ചെയ്യുക, ക്യാമറയ്ക്ക് നേരെ ഇങ്ങനെ നമ്മൾ പിടിക്കുക. അപ്പോൾ അതിലൊരു ഇൻഫ്രാറെഡ് LEDൻ്റെ ഉള്ളിൽ ഒരു വെട്ടം തെളിയുന്ന പോലെ നിങ്ങൾക്ക് കാണാം. നമ്മൾ സാധാരണ കണ്ണുകൊണ്ട് നോക്കി കഴിഞ്ഞാൽ നേരിട്ട് നോക്കി അത് കാണാൻ പറ്റില്ല. ഒരു ക്യാമറയിൽ നേരെ പിടിച്ചാൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് തന്നെ ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ലൈറ്റ് ഓഫ് ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. കണ്ടോ, ഒരു വെട്ടം വരുന്ന പോലെ ആയിരുന്നില്ലേ? ഇതാണ് ഇതിൻ്റെ വർക്കിംഗ് കണ്ടീഷൻ. ഇപ്പോൾ നമുക്ക് ഈ ഒരു ചെക്കിങ്ങിലൂടെ നമുക്ക് നമ്മുടെ റിമോട്ട് വർക്കിംഗ് ആണോ, എല്ലാ റിമോട്ടുകളും വർക്കിംഗ് ആണോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാൻ പറ്റും. LEDയുടെയോ അല്ലെങ്കിൽ ഫാനിൻ്റെയോ ഏത് റിമോട്ട് നമുക്ക് വർക്കിംഗ് ആണോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഈ ക്യാമറ വഴി ചെക്ക് ചെയ്ത് കാണാൻ പറ്റും. അപ്പോൾ ഓക്കെ, അപ്പോൾ റിമോട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യണേ. വ്യൂസ് കയറുന്നുണ്ട്, പക്ഷേ സബ്സ്ക്രിപ്ഷൻ കുറവാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക പ്ലീസ്. താങ്ക്